കേരള ചരിത്രത്തിൽ കോട്ടകൾക്ക് വലിയ സ്ഥാനമുണ്ട്. ഡച്ചുകാർ തൃശ്ശൂർ ജില്ലയിലെ ചേറ്റുവയിൽ നിർമ്മിച്ച ഈ കോട്ട 6ഓളം ഭരണകൂടങ്ങളുടെ കയ്യിലൂടെ പോയിട്ടുണ്ട്. 5 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു വീഡിയോയിൽ കണ്ടത് കോട്ടയുടെ ഉള്ളിലെ കാടുകളെല്ലാം വെട്ടിത്തെളിച്ച് ജനങ്ങൾക്ക് കടക്കാൻ പറ്റുന്ന രൂപത്തിലായിരുന്നു. എന്നാൽ അതിനുശേഷം അവിടെ വീണ്ടും കാട് വളരുകയും ഇപ്പോൾ ആർക്കും അങ്ങോട്ട് കടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. പുരാവസ്തു വകുപ്പിന് ഈ കോട്ടയുടെ ഭാഗം നന്നായി കൊണ്ടുപോകാൻ കഴിയില്ലെങ്കിൽ പ്രൈവറ്റ് പാർട്ടികളെ ഏൽപ്പിക്കുകയല്ലേ നല്ലത് എന്ന് തോന്നിപ്പോകുന്നു. അപവാദങ്ങൾ ഒഴിച്ചാൽ കേരളത്തിലെ ഏറ്റവും നിഷ്ക്രിയമായ ഒരു ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റാണ് പുരാവസ്തു വകുപ്പ് എന്ന് നമുക്ക് വ്യക്തമായി പറയാൻ കഴിയും. ചേറ്റുവയുടെ ഇന്നത്തെ സ്ഥിതി കണ്ടാൽ പ്രകൃതിയാൽ തന്നെ വലിയ നാശങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഉള്ളതിനെ സംരക്ഷിക്കാൻ ആണല്ലോ നമ്മുടെ പുരാവസ്തു വകുപ്പ്. അത് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ഇതെല്ലാം പ്രൈവറ്റ് പാർട്ടികളെ ഏൽപ്പിക്കുകയായിരിക്കും നല്ലത്. ചേറ്റുവ കോട്ടയെ വില്യംസ് ഫോർട്ട് എന്നും ടിപ്പൂസ് ഫോർട്ട് എന്നും പറയാറുണ്ട്. ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിലാണ് ചേറ്റുവ കോട്ട നിലകൊള്ളുന്നത്. ചാവക്കാട് കൊടുങ്ങല്ലൂർ ദേശീയപാതയിൽ ചാവക്കാട് നിന്നും 10 കിലോമീറ്റർ തെക്കാണ് ചേറ്റുവ. അവിടെ MES ആശുപത്രി ബസ് സ്റ്റോപ്പിൽ നിന്നും 3/4 കിലോമീറ്റർ പടിഞ്ഞാറ് ഭാഗത്താണ് കോട്ടയുടെ സ്ഥാനം. തൃശ്ശൂരിൽ നിന്നും 25 കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടേക്ക്. ചേറ്റുവ പുഴയുടെ തെക്കേക്കരയിൽ 5 ഏക്കറിലായി 1714 ആണ് ഡച്ചുകാർ സാമൂതിരിയുടെ ആക്രമണത്തെ തടയാൻ വേണ്ടി ഈ കോട്ട നിർമ്മിച്ചത്. കേരളത്തിലെ മറ്റെല്ലാ പോർട്ടുഗീസ് കോട്ടകളും ഡച്ചുകാർ കൈവശമാക്കിയതാണെങ്കിൽ ചേറ്റുവയിൽ മാത്രമാണ് ഡച്ചുകാർ സ്വന്തമായ ഒരു കോട്ട നിർമ്മിച്ചത്. കൊച്ചിയിലെ കമാൻഡറായിരുന്ന B. കേതൽ ആണ് നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ചത്. കോട്ടയ്ക്ക് ചുറ്റും കിടങ്ങുകളുണ്ട്. അതിൽ പണ്ട് മുതലകൾ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. ചേറ്റുവയുടെ ചരിത്ര പ്രാധാന്യം. ചേറ്റുവ തുറമുഖം പൗരാണിക വ്യാപാര ഇടനാഴിയായിരുന്നു. ക്രിസ്താബ്ദം 95-നും 162-നും ഇടയിൽ ജീവിച്ച ഗ്രീക്കുകാരനായ ടോളമിയുടെ ഗ്രന്ഥത്തിൽ ചേറ്റുവയെ പരാമർശിക്കുന്നുണ്ട്. കുന്നംകുളത്തിനടുത്തുള്ള ഈയാലിൽ നിന്നും റോമൻ നാണയ ശേഖരം ലഭിച്ചിരുന്നു. ഈയാൽ പ്രദേശം വഴിയുള്ള വ്യാപാരപാത അവസാനിക്കുന്നത് ചേറ്റുവയിലാണെന്ന് വേലായുധൻ പണിക്കശ്ശേരി അഭിപ്രായപ്പെടുന്നു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായ ഫ്രാൻസിസ് ബുക്കാനൻ ചേറ്റുവ 1800 ഡിസംബർ 10-11 സന്ദർശിച്ചിട്ടുണ്ട്. AD 52 പാലയൂരിൽ സെൻറ്റ് തോമസ് വന്നത് ചേറ്റുവ തുറമുഖം വഴിയാണെന്നാണ് നിഗമനം. പാലയൂർ പള്ളിയുടെ പടിഞ്ഞാറുള്ള ബോട്ടുകുളത്തിന് ചേറ്റുവ പുഴയുമായി അക്കാലത്ത് ബന്ധമുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കോട്ട നിർമ്മാണം. ഡച്ചുകാർ ആദ്യം ഇന്ത്യയിൽ സ്ഥാനം ഉറപ്പിക്കുന്നത് 1598 ഗുജറാത്തിലാണ്. പോർട്ടുഗീസുകാർ സാമൂതിരിയുമായി പിണങ്ങിയതിൽ പിന്നെ കൊച്ചിയുമായി അടുത്ത് പാണ്ഡ്യശാലകൾ നിർമ്മിച്ചു. അത് കൊച്ചിയുമായി സാമൂതിരിക്ക് 300 വർഷം നീണ്ടു നിൽക്കുന്ന വിദ്വേഷത്തിന് കാരണമായി. 1528 പോർട്ടുഗീസുകാർ ചേറ്റുവയെ ആക്രമിച്ചു. 1561 അവിടുത്തെ തുറമുഖത്തുള്ള കപ്പലുകളെ പോർട്ടുഗീസുകാർ കൊള്ളയടിച്ചു. 1663 ഡച്ചുകാരുടെ സഹായത്തോടെ സാമൂതിരി കൊച്ചിയിൽ പോർട്ടുഗീസുകാരെ നേരിട്ടു. അവർ പിൻവാങ്ങി. സവിശേഷ സാഹചര്യത്തിൽ ഇന്ത്യയിൽ നിന്ന് തന്നെ അവർ പിൻവാങ്ങേണ്ടി വന്നു. അങ്ങനെ ചേറ്റുവ സാമൂതിരി ഡച്ചുകാർക്ക് കൊടുത്തു. 1689 ഡച്ചുകാർ ചേറ്റുവ സാമൂതിരിക്ക് കൈമാറുന്നുണ്ടെങ്കിലും സാമൂതിരി 1710 തിരികെ അവർക്ക് തന്നെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ 1714 ഡച്ചുകാർ കോട്ട കെട്ടാൻ തുടങ്ങി. അതിനിടയ്ക്ക് ചില പ്രശ്നങ്ങൾ ഉത്ഭവിച്ചപ്പോൾ സാമൂതിരിയുടെ മനസ്സ് മാറി. പൂർണ്ണമായി പണിതീരാത്ത കോട്ട പിടിച്ചെടുക്കാൻ സാമൂതിരി ഇംഗ്ലീഷ് സഹായം തേടി. നേരിൽ ആക്രമിക്കുന്നതിനു പകരം പണിക്കാരുടെ വേഷത്തിൽ പട്ടാളക്കാർ കോട്ട പണിയിൽ ജോലിയേറ്റ് ശേഷം മേലുദ്യോഗസ്ഥർ വിശ്രമിക്കാൻ പോയ സമയത്ത് ഇവർ കാത്തിരുന്ന സാമൂതിരി സൈന്യത്തിന് യുദ്ധം ചെയ്യാൻ സൗകര്യം നൽകി. അങ്ങനെ സാമൂതിരി കോട്ട തകർത്തു. മറ്റൊരു കോട്ട കെട്ടാൻ ബ്രിട്ടീഷുകാർക്ക് അനുമതിയും നൽകി. ഇതിനുശേഷം ഡച്ചുകാർ കോട്ട വളഞ്ഞെങ്കിലും പിടിക്കാൻ കഴിഞ്ഞില്ല. 1716 രണ്ടാം തവണത്തെ ശ്രമവും പരാജയപ്പെട്ടു. 1717 വില്യം ജേക്കബ്സിൻ്റെ നേതൃത്വത്തിൽ ഡച്ച് പട്ടാളക്കാരെ കൂടാതെ ശ്രീലങ്ക, ഇന്തോനേഷ്യ
രാജ്യങ്ങളിൽ നിന്നുള്ള പട്ടാളക്കാരെയും കൂടി ഉൾപ്പെടുത്തി വലിയൊരു സേന കോട്ട കീഴടക്കി. സാമൂതിരിക്ക് ഏപ്രിൽ 19 സന്ധി ചെയ്യേണ്ടി വന്നു. ഡച്ചുകാർ ശേഷം കോട്ട കൂടുതൽ ഭദ്രമാക്കി വില്യം ബ്ലാഷറെ കോട്ട സൂക്ഷിപ്പുകാരനാക്കി. ഇദ്ദേഹം ഇവിടെ തന്നെയാണ് അന്തരിച്ചത്. 1729 ഫെബ്രുവരി 2 എന്ന് രേഖപ്പെടുത്തിയ ഒരു സ്മാരകശില കോട്ടയിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ടിട്ടുള്ളത് ചാവക്കാട് മജിസ്ട്രേറ്റ് കോടതിയിൽ സൂക്ഷിച്ചിട്ടുള്ളതായി പറയുന്നു. സാമൂതിരി കോട്ട ഇതിനിടയ്ക്ക് കീഴടക്കിയെങ്കിലും 1757 ജനുവരി 22 ഡച്ചുകാർ തിരിച്ചുപിടിച്ചു. അങ്ങനെയിരിക്കെ ഹൈദരാലി മലബാർ കീഴടക്കിയപ്പോൾ സാമൂതിരിക്ക് അവകാശപ്പെട്ട കോട്ട ആവശ്യപ്പെട്ടു. അവർ നൽകിയില്ല. ടിപ്പുവിൻ്റെ കാലത്ത് സർദാർ ഖാൻ കോട്ട കീഴടക്കി നാശനഷ്ടങ്ങൾ വരുത്തിയതായി പറയുന്നു. 1790 ബ്രിട്ടീഷ് ഇൻസ്പെക്ടർ കേണൽ ഹാർട്ട്ലി ചേറ്റുവയും ചാവക്കാടും പിടിച്ചെടുത്തു. 1792 ഫെബ്രുവരി 22 മാർച്ച് 18 നടന്ന ഉടമ്പടി പ്രകാരം ചേറ്റുവ ഉൾപ്പെടെയുള്ള മലബാർ പ്രവിശ്യ ബ്രിട്ടീഷ് അധീനതയിലായി. എങ്കിലും അവർ ചേറ്റുവ കൊച്ചി രാജാവിന് പാട്ടത്തിന് കൊടുത്തു. നിബന്ധനകൾ പാലിച്ചില്ലെന്ന ന്യായത്തിൽ 1801 ചേറ്റുവ മണപ്പുറം ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള അധീനതയിലായി. അങ്ങനെ ചേറ്റുവ കോട്ട ബ്രിട്ടീഷുകാരുടെ കയ്യിലായിരുന്ന 146 വർഷവും സ്വാതന്ത്ര്യം കിട്ടി കേരള ആർക്കിയോളജി ഏറ്റെടുത്തതിന് ശേഷം 63 വർഷവും 2010 ചില പരിഷ്കരണം ചെയ്ത ശേഷം വീണ്ടും കഴിഞ്ഞ 16 വർഷവും ഈ കോട്ടയുടെ ഗതി താഴോട്ട് തന്നെയാണ്. ചേറ്റുവ തുറമുഖത്തിൻ്റെ പതനമാണ് കോട്ടയുടെ പ്രാധാന്യം ഇല്ലാതാക്കിയത്. അഴിമുഖത്ത് മൺതിട്ട ഉയർന്നു വന്നതും കൊച്ചി കപ്പൽ വ്യവസായത്തിൽ വളരെ മുന്നോട്ട് പോയതും ചേറ്റുവയ്ക്ക് പ്രതികൂലമായി മാറി. വിനോദസഞ്ചാരം വികസിക്കുന്ന ഇക്കാലത്ത് ചരിത്രപ്രാധാന്യമുള്ള ഈ നാശോന്മുഖമായ കോട്ടയെ പുനരാവിഷ്കരിക്കാൻ കഴിയണം എന്നാണ് എല്ലാവരും ആശിക്കുന്നത്. അതിനുള്ള ശ്രമങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവട്ടെ.